കാരണം തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കണിമംഗലം ശാസ്താവിന്റെ പുറപ്പാട് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. മഞ്ഞും വെയിലും ഏൽക്കാതെ കണിമംഗലം ശാസ്താവ് എത്തുന്നതിന് പിന്നാലെ തന്നെ മറ്റ് ഘടകക്ഷേത്രങ്ങളും വടക്കുംനാഥനിലേക്ക് പുറപ്പെടും. രാവിലെ 11 മണിയോടെയാണ് പ്രസിദ്ധമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിക്കുക. സച്ചിൻ വള്ളിക്കാട് നമുക്ക് പൂരനഗരിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ പൂരക്കാഴ്ചകൾക്ക് തുടക്കമായിട്ടുണ്ട്, പൂരാവേശത്തിന് തുടക്കമായിട്ടുണ്ട്. പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കണിമംഗലം ശാസ്താവിന്റെ പുറപ്പാട്, അതിന്റെ അതിമനോഹര ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും ഞങ്ങൾ കടക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? തൃശ്ശൂർ പൂരത്തിന് ആവേശോജ്വല തുടക്കമായിരിക്കുകയാണ്. പ്രധാനമായും അല്പസമയത്തിന് മുൻപാണ് ഇതാ കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുരനട വഴി വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പുലർച്ചെ 5 മണിയോടുകൂടെയാണ് കണിമംഗലം ക്ഷേത്രത്തിൽ നിന്നും കണിമംഗലം ശാസ്താവിൻ്റെ തിടമ്പേറ്റിക്കൊണ്ട് വലിയാലുക്കൽ കുട്ടിശങ്കരൻ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും തൃശ്ശൂർ പൂരത്തിന് തുടക്കമായിരിക്കുന്നു. കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടെ അല്പസമയത്തിനുള്ളിൽ തന്നെ മറ്റ് ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങളും 7 ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങളും വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരും. ആവേശോജ്വലമായ ഒരു തൃശ്ശൂർ പൂരം തന്നെ ഇത്തവണയും നടക്കുകയാണ്. കാരണം വലിയൊരു ദുഃഖത്തോടുകൂടിയാണ് തൃശ്ശൂർ ഉള്ളതെങ്കിൽ പോലും ചടങ്ങുകളോടുകൂടെ തന്നെ വർണ്ണാഭമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വങ്ങൾ എത്തുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് പുലർച്ചയോടുകൂടെ ഘടകപൂരങ്ങളിലെ ആദ്യ ശാസ്താവ് കണിമംഗലം ശാസ്താവാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി 36 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം നടക്കും. പ്രധാനമായും വെടിക്കെട്ടുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ചടങ്ങുകൾ മാത്രമാക്കി ചുരുക്കിക്കൊണ്ടാണ് ഇത്തവണ പൂരം നടക്കുന്നത്. മുണ്ടത്തിക്കോട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ചടങ്ങുകൾ മാത്രമാക്കി പൂരം നടത്താനുള്ള ഒരു തീരുമാനം ഈ ദേവസ്വങ്ങൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വർണ്ണാഭമായ വെടിക്കെട്ടുകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. മാത്രമല്ല 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന കുടമാറ്റവും ഇത്തവണയില്ല. എന്നാൽ പോലും പൂരം വലിയ രീതിയിൽ ആവേശോജ്വലമായ രീതിയിൽ തന്നെ വലിയ ഒരു കളർഫുള്ളാക്കാൻ തന്നെയാണ് പൂരപ്രേമികളും അതേപോലെ തന്നെ ദേവസ്വങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. കരിവീരന്മാരെല്ലാം തന്നെ ഈ കണിമംഗലം ശാസ്താവിനെ ഒപ്പമെത്തിയ കരിവീരന്മാരെല്ലാം തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത്തരത്തിൽ വലിയ ഒരു ആവേശോജ്വലമായ പൂരക്കാഴ്ചകൾ ഇത്തവണയും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. മഞ്ഞും വെയിലും കൊള്ളാതെ തന്നെ കണിമംഗല ശാസ്താവ് പുലർച്ചയോടുകൂടെ തന്നെ കണിമംഗല ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. വലിയാലിക്കൽ കുട്ടിശങ്കരനാണ് ഇത്തവണ കണിമംഗലം ശാസ്താവിൻ്റെ തിടമ്പേറ്റിക്കൊണ്ട് വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും മറ്റു ഘടകക്ഷേത്രങ്ങൾ, അതായത് ചെമ്പുക്കാവിൽ നിന്നും വരുന്ന പൂരമാണ് വലിയൊരു ആവേശമാകാൻ വേണ്ടി പോകുന്നത്. അത് തൃശ്ശൂരുകാരുടെയും അതേപോലെ തന്നെ കേരളത്തിലെ ആനപ്രേമികളുടെയും പൂരപ്രേമികളുടെയും എല്ലാം ആവേശമായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റിക്കൊണ്ടാണ് വരുന്നത്. അതിനാൽ തന്നെ പൂരപ്രേമികളെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇത്തവണ പുതിയ ഒരു അതിഥി കൂടെ തൃശ്ശൂർ പൂരത്തിന് എത്തിയിട്ടുണ്ട്. പാറമേക്കാവിൻ്റെ തിടമ്പേറ്റുന്ന തൃക്കടവൂർ ശിവരാജുവാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ തെക്കിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജൻ തൃശ്ശൂർ പൂരത്തിന് ആദ്യമായാണ് എത്തിയിട്ടുള്ളത്. ഇന്നലെ തൃശ്ശൂർ പൂര വടക്കുംനാഥ ക്ഷേത്രത്തിലും പാറമേക്കാവ് ക്ഷേത്രത്തിലും തൃക്കടവൂരിന് വലിയൊരു സ്വീകരണവും നൽകിയിരുന്നു. അത്തരത്തിൽ എന്തായാലും വലിയ ഒരു ദുഃഖത്തോടുകൂടെ തന്നെ പൂരം ഇത്തവണ ആഘോഷിക്കുമ്പോൾ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരിച്ചവർക്കെല്ലാം ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇരു ദേവസ്വങ്ങളും ഇത്തവണ പൂരം നടത്തുന്നത്. ചടങ്ങുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൂരം നടത്തുന്നു. എന്നാൽ ഒരു പൊലിമയും ഒട്ടും ചോരാതെ തന്നെ ആവേശത്തോടുകൂടെ പൂരം നടത്താൻ തന്നെയാണ് ഇത്തവണ ദേവസ്വങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം സച്ചിൻ പറഞ്ഞ പോലെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശ്ശൂർ പൂരത്തിൻ്റെ ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങിക്കഴിഞ്ഞു.
ഈ രാവിലെ കണിമംഗലം ശാസ്താവ് ദേ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അതോടുകൂടി ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങിയിട്ടുണ്ട്. ഇനി കാരമുക്ക് ഭഗവതി, ചെമ്പുക്കാവ് ഭഗവതി, ലാലൂർ ഭഗവതി, പനമുക്കും പിള്ളി ശാസ്താവ്, ചൂരക്കാട്ടുകാവ് ഭഗവതി, അയ്യന്തോൾ ഭഗവതി എന്നിവരൊക്കെയും തൊട്ടു പിന്നാലെയായി എത്തും. ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങിയിട്ടുണ്ട് വടക്കുംനാഥനിലേക്ക്. അങ്ങനെ പൂരങ്ങളുടെ പൊടിപൂരമായ തൃശ്ശൂർ പൂരത്തിന് ഇതാ ഇന്നലെ നെയ്തലക്കാവിലമ്മ വിളിച്ചറിയിച്ചതിന് പിന്നാലെ തന്നെ തുടക്കമായിരുന്നു. രാവിലെ ഘടകപൂരങ്ങളുടെ വരവും തുടങ്ങിക്കഴിഞ്ഞു. വലിയ തിരക്ക് നമുക്ക് ഇപ്പോഴേ കാണാം. വടക്കുംനാഥൻ്റെ മണ്ണിൽ നിറയെ തിരക്കാണ്, നിറയെ പൂരാവേശമാണ്. പക്ഷെ അപ്പോഴും നമുക്കൊക്കെയും ദുഃഖം വിടർത്തിക്കൊണ്ട് ഒരു വാർത്തയുണ്ട്. 10-15 മനുഷ്യരുടെ ജീവിതം ഈ ഇടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പരിപാടിയുടെ ഭാഗമായി നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ എങ്കിലും ആ പൂരത്തെ വരവേൽക്കുകയാണ് തൃശ്ശിവപ്പേരൂർ. കേരളം ആ ആഘോഷത്തിലും ആ ആവേശത്തിലും ആ ആരവത്തിലും തന്നെയാണ് തൃശ്ശിവപ്പേരൂരും ഒരു നാടും ഒരു ദേശവും ഒന്നാകെ. അങ്ങനെ രാവിലെ വടക്കുംനാഥന്റെ മണ്ണിലേക്ക് കണിമംഗലം ശാസ്താവ് എത്തി പ്രവേശിച്ചു കഴിഞ്ഞു. സച്ചിൻ, ഇനിയിപ്പോൾ മറ്റ് ഘടകപൂരങ്ങളും തൊട്ട് പിന്നാലെ എത്തിത്തുടങ്ങും അല്ലേ? തീർച്ചയായും മറ്റ് ഘടകപൂരങ്ങളും അല്പസമയത്തിനുള്ളിൽ തന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. പ്രധാനമായും ചടങ്ങുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ ഘടകപൂരങ്ങളും എത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നേരത്തെ തന്നെ കണിമംഗല ശാസ്താവ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ കാരമുക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള വരവ് വരും. അതിനുശേഷം ചെമ്പുക്കാവ്, പനമുക്കംപള്ളി, ലാലൂര്, ചൂരക്കാട്ടുകാവ്, അയ്യന്തോൾ, നെയ്തലക്കാവ് ക്ഷേത്രങ്ങളിലെയും ഘടകക്ഷേത്രങ്ങളിലെ എഴുന്നള്ളിപ്പുകൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. എന്തായാലും ഒരു 12 മണിയോടുകൂടെ തന്നെ എല്ലാ ഘടകപൂരങ്ങളും വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിക്കും. വലിയ ആർഭാടങ്ങളോ അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ചടങ്ങുകൾ മാത്രമാക്കിക്കൊണ്ട് തന്നെ ഘടകപൂരങ്ങളും വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പൂരപ്രേമികളെല്ലാം തന്നെ വലിയൊരു ആവേശത്തോടുകൂടെ തൃശ്ശൂരിലെ പൂരനഗരിയിൽ എത്തിയിട്ടുണ്ട്. ആദ്യം അതായത് പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നെയ്തിലക്കാവ് ഭഗവതിയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മറ്റ് ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങളും എത്തിച്ചേരും. എന്തായാലും ചെമ്പുക്കാവ് ക്ഷേത്രത്തിലെ പൂരത്തിന് തന്നെയാണ് മറ്റൊരു പ്രാധാന്യമുള്ളത്. അത് പൂരത്തിൻ്റെ രാജാവായിട്ടുള്ള തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രനാണ് ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേരുക. ആവേശത്തോടുകൂടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ വരവേൽക്കാനും പൂരപ്രേമികളെല്ലാം തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ തെക്കേ ഗോപുര നട, അതായത് പൂരവിളംബരം അറിയിച്ചുകൊണ്ട് തെക്കേ ഗോപുര നട തുറക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു. അപ്പോൾ വലിയ ഒരു ലോക പ്രശസ്തിയിലേക്ക് തന്നെ തെക്കേ ഗോപുര നട തുറക്കുന്നതടക്കമുള്ള ചടങ്ങുകൾ എത്തിയിരുന്നു. അത് പ്രധാനമായും തെച്ചിക്കോട്ടുകാവ് രാമന്റെ വരവോട് കൂടിയാണ്. എന്തായാലും പൂരത്തിന് ആവേശം കുറിച്ചുകൊണ്ട് ഞാൻ സച്ചിനിലേക്ക് മടങ്ങിയെത്താം. അങ്ങനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശ്ശൂർ പൂരത്തിന്റെ മഹോത്സവം, ആ മഹോത്സവത്തിന്റെ ഹൃദയമിടിപ്പ് എന്ന് തന്നെ പറയാം. ഘടകപൂരങ്ങളുടെ വരവ്, അതായത് വലിയ പൂരത്തിന് മുൻപേ തന്നെ ഗ്രാമങ്ങൾ തങ്ങളുടെ ആത്മാവുമായി എത്തുന്ന നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പൂരത്തിനും ഓരോ കഥ പറയാനുണ്ട്. അതായത് ഓരോ ഘടകപുരത്തിനും ഓരോ കഥയും പറയാനുണ്ട്. ചരിത്രം പേറുന്ന നിമിഷങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞു.